ഹലോ അങ്ങനെ കാത്തിരുന്ന് ഇന്ന് അമ്പാടിക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അമ്പാടിക്കുട്ടനാണെങ്കിൽ അവൻ്റെ ബർത്ത്ഡേ ആവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഓരോ ദിവസം കഴിയുമ്പോഴും പറയും, അമ്മ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണെന്ന് കേട്ടോ. അങ്ങനെ അവൻ കാത്തിരുന്ന് അവൻ്റെ ബർത്ത്ഡേ ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കേക്കെല്ലാം മേടിച്ചിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ. അമ്പാടിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിലെ ഡേ അവൻ്റെ ബർത്ത്ഡേ ആവാനായിരുന്നു കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം അവൻ്റെ സ്കൂളിലെ ഫ്രണ്ട്സ് എല്ലാവരും അവന് ബർത്ത്ഡേക്ക് കേക്കും മിഠായും ഒക്കെ കൊണ്ടുവന്ന് തരുമ്പോൾ അവനും അതേപോലെ കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവൻ്റെ ബർത്ത്ഡേ സ്കൂളില്ലാത്തൊരു ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളാണെങ്കിൽ 2 കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഏടത്തിയമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന കേക്കാണ് കേട്ടോ ഫസ്റ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അമ്പാടിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് അവൻ്റെ വല്യമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന കേക്കാണ് പൈനാപ്പിൾ കേക്ക് കേട്ടോ. മറ്റു കേക്കുകളൊക്കെ നമ്മൾ എപ്പോഴും കഴിക്കാറുള്ളതല്ലേ. പിന്നെ ഏടത്തിയമ്മ പ്ലം കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ചിഞ്ചുമോൾക്ക് കേക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്പാടിക്കുട്ടനാണെങ്കിൽ അതിൽ ഏറ്റവും ഫ്രണ്ടിൽ വെച്ചുള്ള ചെറി ഫ്രൂട്ടാണ് കേട്ടോ അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അത് മാത്രം തോണ്ടി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അമ്മ അതാ പ്ലം കേക്ക് കഴിച്ചു. വീട്ടിലുണ്ടാക്കിയതായതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അമ്മ സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ പ്ലം കേക്ക് തന്നെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതാ ചിഞ്ചുമോളാണെങ്കിൽ അവൾ കിട്ടിയ കേക്ക് ഇത് അമ്പാടിക്ക് കഴിക്കാൻ കൊടുത്തുകൊണ്ടിരിക്കണം. അമ്പാടിക്കാണെങ്കിൽ ചെറിയ പഴം മാത്രം ഇഷ്ടപ്പെടുള്ളൂ, വേറെ കേക്കൊന്നും ഇഷ്ടപ്പെടില്ല കേട്ടോ. അച്ഛനാണെങ്കിൽ ഞങ്ങൾ പോർക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനാണെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും തിരക്ക് കഴിയട്ടെ ലാസ്റ്റ് സമാധാനമായിട്ട് കുറേ ഇരുന്ന് കഴിക്കാറുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ എടുത്തിയമ്മ ഉണ്ടാക്കിയ കേക്ക് കഴിച്ചു നോക്കി, അത് നല്ല അടിപൊളി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ബ്ലാക്കും അതുപോലെ റെഡ് വെൽവെറ്റും ഒക്കെ നമ്മൾ എപ്പോഴും കഴിക്കാറുള്ളതാണല്ലോ. പക്ഷേ ഞാൻ എപ്പോൾ ബേക്കറി ചെന്ന് കഴിഞ്ഞാലും ഏറ്റവും ഫസ്റ്റ് മേടിക്കുക എത്രയൊക്കെ വെറൈറ്റി കേക്കുകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ റെഡ് വെൽവെറ്റ് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും മേടിക്കാറ്. ബ്ലാക്ക് ആണെങ്കിൽ ഏട്ടൻ മേടിച്ചാണ്, റെഡ് വെൽവെറ്റ് അതുപോലെ ഞാൻ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കേക്ക് കഴിക്കൽ കഴിഞ്ഞു. പിന്നെ കുറച്ച് മിഠായിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് പിറ്റേ ദിവസം സ്കൂളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച്, പിന്നെ നമ്മുടെ കുറച്ച് നെയ്ബേഴ്സിനൊക്കെ കൊടുക്കാമല്ലോ എന്നൊക്കെ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ അന്ന് തന്നെ നമുക്കൊരു ഹൗസ് വാമിങ് കൂടി ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടുകാർ കുറേ ദൂരം അകലെ ഒരു വീട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഹൗസ് വാമിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മോനുസാണെങ്കിൽ അവൻ്റെ ഷൂ കാണാനില്ല, അത് തിരഞ്ഞുകൊണ്ട് നടക്കണം. അവസാനം അവൻ്റെ ഷൂ എവിടേക്കേ ചെന്നിട്ട് അവൻ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഹൗസ് വാമിങ്ങിൻ്റെ വീട്ടിലെത്തി. അവിടെയാണെങ്കിൽ ബിരിയാണിയും ചിക്കനൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്പാടിക്കാണെങ്കിൽ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണല്ലോ, പറച്ചിൽ മാത്രമേ ഉള്ളൂ, കഴിക്കത്തില്ല കേട്ടോ. അപ്പോൾ അതിനെല്ലാം ശേഷം ഞങ്ങൾക്ക് ഇത് ഐസ്ക്രീം കിട്ടി കേട്ടോ. പിന്നെ അവിടെ ചെന്നതിന് ശേഷം ഞങ്ങൾ കുറേ ഫോട്ടോ എടുത്തു. എവിടെ ചെന്നാലും ഫോട്ടോ മുഖ്യമാണ്. അപ്പോൾ ഏട്ടനാണെങ്കിൽ ഞങ്ങളതിനെ ഇവിടെ കൊടുന്നാക്കിയതിന് ശേഷം ഏട്ടൻ വേറെ എങ്ങോട്ടോ പോയിട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാം കഴിച്ചതിന് ശേഷം ഏട്ടൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്പാടിക്കുട്ടനാണെങ്കിൽ ഐസ്ക്രീം അവന് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പക്ഷേ ഇന്ന് എന്തോ അവൻ ഐസ്ക്രീം ഇഷ്ടമല്ല ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുറേ നേരം നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി ആർക്കും വേണ്ടാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ തന്നെ ഐസ്ക്രീം എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ വീണ്ടും കുറേ ഫോട്ടോസ് എടുത്തിട്ടോ. അപ്പോൾ അതിന് ശേഷം വൈകുന്നേരം അവർ പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്